എന്റെ റൂഹാണവൾ. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷിയാസി ചുറ്റും സൂക്ഷ്മമായി നോക്കി. നല്ല തിരക്കുണ്ട്. മംഗലാപുരത്തേക്ക് പോകുന്ന ട്രെയിനിന്റെ ഓരോ കമ്പാർട്ട്മെന്റിലും പോലീസുകാർ പരിശോധിക്കുന്ന കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി. അവൻ ഫോണെടുത്ത് CI ജോബി ജോർജിനെ വിളിച്ചു. സാറേ, ഷിയാസ. നീ എന്തിനാടാ എന്നെ വിളിച്ച്? ജോബിയുടെ ശബ്ദത്തിൽ പരിഭ്രമം കലർന്നിരുന്നു. നിന്നെയൊക്കെ സഹായിച്ച് എനിക്ക് കിട്ടി. ഇനി ഉപദ്രവിക്കരുത് പ്ലീസ്. വേണ്ട, ഇത് ലാസ്റ്റാ. ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. എന്താ? സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ. ഇവിടുന്ന് കയറാൻ വല്ല വഴിയുണ്ടോ? കൊറേ കാലം നിങ്ങളുടെ പൈസ വാങ്ങിയോണ്ട് പറയാ, അവിടുന്ന് മുങ്ങിക്കോ. യൂണിഫോമിലല്ലാതെയും പോലീസുകാരവിടെ എല്ലായിടത്തും ഉണ്ട്. അവര് മാത്രമല്ല, ഗൗതമിന്റെ ആളുകളും. പോലീസ് പിടിച്ച പ്രശ്നമില്ല, പക്ഷേ ഗൗതമിന്റെ കൈപ്പെട്ട നിന്റെ കാര്യം പോക്ക. ട്രെയിനും ബസ്സൊന്നും അല്ലാതെ വേറെ വല്ല വണ്ടിയും കയറി സ്ഥലം വിടാൻ നോക്ക്. ഇനി ഇങ്ങോട്ട് വിളിക്കരുത്. കോള് കട്ടായി. ഷിയാസ് ആൾക്കൂട്ടത്തിനിടയിലൂടെ പുറത്തേക്ക് നടന്നു. സാറ്, വണ്ടി വേണോ? ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അടുത്തെത്തി ചോദിച്ചു. വേണ്ട. എവിടെ വേണേലും പോവാം സാറേ. ഇവിടുന്ന് ടാക്സി വിളിച്ചാൽ നഷ്ടമാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഫ്രീ ആയി കൊണ്ടുവിടാം. സാറ് വാ. ഷിയാസ് അവനെ സൂക്ഷിച്ചു നോക്കി. വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. 25 താഴെ വയസ്സ് തോന്നിക്കും. ആ കാണുന്ന എൻ്റെ വണ്ടി. അവൻ വിരൽ ചൂണ്ടിയെടുത്ത് ഒരു റെഡ് കളർ ടവേര നിർത്തിയിട്ടുണ്ട്. സാറായിട്ട് വന്ന് കയറുന്നതാണ് നല്ലത്. രക്ഷപ്പെടാനോ എതിർക്കാനോ ശ്രമിച്ചാൽ ഇവിടെ ഇട്ട് വെട്ടി കയറും. ചുറ്റും എൻ്റെ ആളുകളുണ്ട്. വെറുതെ പരീക്ഷണത്തിന് നിൽക്കണ്ട. മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ പറഞ്ഞു. താൻ പെട്ടുവെന്ന് ഷിയാസിന് മനസ്സിലായി. ട്രെയിൻ യാത്ര കഴിഞ്ഞ് വരുന്നവരെ പോലെ തോന്നിപ്പിക്കുന്ന രണ്ടുപേർ ഇടവും വലവും നിൽക്കുന്ന കണ്ടപ്പോൾ ഷിയാസ് തോൽവി സമ്മതിച്ച് ടവേരയിൽ ചെന്ന് കയറി. അത് നഗരവീതിയിലേക്ക് കുതിച്ചു. ഒരാൾ ഷിയാസിന്റെ മൊബൈൽ പിടിച്ചു വാങ്ങി. ഇത് തീക്കളിയാ, നീയൊക്കെ അനുഭവിക്കും. പറഞ്ഞു തീരും മുമ്പ് ഒരുത്തൻ ഷിയാസിന്റെ മുഖത്ത് തെരുതെര ഇടിച്ച്. നാവീത് ചേട്ടനെ കൊന്നിട്ട് എസ്കേപ്പ് ആവുന്ന കരുതിയോടാ പന്നി. നീയൊക്കെ എറണാകുളം വന്നിട്ട് തന്തയില്ലായ്മ കാണിക്കും. ഞങ്ങൾ പഴം വിഴുങ്ങിയത് പോലെ ഇരിക്കണം അല്ലേ? വാ തുറക്കാതിരുന്നാ കുറച്ചു നേരം കൂടി ജീവിക്കാൻ നിനക്ക് വാതൂരി. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുത് കിട്ടുമെന്ന് ഷിയാസ് ആലോചിച്ചുകൊണ്ടിരിക്കവേ പോക്കറ്റ് റോഡുകളിലൂടെ ടവേര പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഏതോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് അത് പ്രവേശിച്ചു. പാതിയോളം പൊളിച്ചു കളഞ്ഞൊരു പഴയ ബിൽഡിംഗ്. അതിനടുത്ത് തന്നെ പുതിരെണ്ണ ഉയർന്നു വരുന്നു. രണ്ടിനും മധ്യത്തിലായി ടവേര നിന്നു. ചുറ്റും ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി മതിൽ തീർത്തിട്ടുണ്ട്. സെക്യൂരിറ്റി ഗേറ്റ് അടക്കുന്ന ഷിയാസ് കണ്ടു. ഒരു JCBയും ടിപ്പർ ലോറി അവിടെ നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മങ്ങിയ വെളിച്ചത്തിൽ ഗൗതമിന്റെ ഡിഫൻഡർ കണ്ടതോടെ അവന്റെ ശരീരം വിറച്ചു. ഒരാൾ അവനെ മുന്നോട്ട് തള്ളി. പഴയ ബിൽഡിങ്ങിന്റെ പുറകുവശത്ത് വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഷിയാസിനെ ആരൊക്കെയോ ചേർന്ന് നിലത്ത് വിരിച്ച പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തി ബന്ധിച്ചു. ഗൗതമും മുബാറക്കും അവന്റെ അടുത്ത് വന്നു. ഷിയാസ്, സൂര്യദാസിന്റെ ഇപ്പോഴത്തെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. കൂട്ടിയിട്ട ടൂൾസിൽ നിന്ന് കോൺക്രീറ്റ് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വലിയ ചുറ്റിക എടുത്തുകൊണ്ട് ഗൗതം പതിയെ പറഞ്ഞു. എനിക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ യാത്ര എളുപ്പമാവും. പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ചടങ്ങുണ്ട്. എനിക്ക് വേണ്ടിയല്ല കേട്ടോ. ഡ്രഗ്സ് സേഫാക്കാൻ വേണ്ടി നീ നടത്തിയ വൃത്തികെട്ട കളിയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു 6 വയസ്സുകാരനില്ലേ, ആ കുഞ്ഞിന് വേണ്ടി. മുബാറക്ക് ഒരു പ്ലാസ്റ്റർ ഷിയാസിന്റെ ചുണ്ടുകൾക്ക് മീതെ ഒട്ടിച്ചു. ഗൗതം ചുറ്റിക അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി ആഞ്ഞടിച്ചു. ഷിയാസിന്റെ കാൽമുട്ട് തകർന്നു. അവൻ ഉറക്കാലെറിയെങ്കിലും മൂളൽ മാത്രമാണ് പുറത്തു വന്നു. JCB സ്റ്റാർട്ട് ചെയ്തോടെ ആ ശബ്ദം അതിൽ അലിഞ്ഞു ചേർന്നു. എനിക്കറിയേണ്ടത് ഇത്രമാത്രം. സൂര്യദാസ് എവിടെ? മുബാറക്ക് പ്ലാസ്റ്റർ വലിച്ചിളക്കി. ഷിയാസ് നിലവിളിക്കുകയാണ്. പറഞ്ഞില്ലെങ്കിൽ അടുത്ത കാലം തകരും. എനിക്കറിയില്ല. സ്റ്റേഷനിലെ അവസ്ഥ നോക്കിയിട്ട് എന്നോട് വിളിക്കാൻ പറഞ്ഞു. അവൻ കിതച്ചു. അതെന്തിനാണ്? അപ്പൊ എന്നെ കൊല്ലണ്ടേ? ഉത്തരം വൈകിയപ്പോൾ ഗൗതം വീണ്ടും ചുറ്റിക ഓങ്ങി. അയ്യ വേണ്ട, ഇവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ല. മൻസൂറോ? പെരുമ്പാവൂരിൽ എവിടെയായിരിക്കും, കൃത്യമായിട്ട് അറിയില്ല. ശരി, തൗഫീഖിനെ കൊന്ന ആരാ? സൂര്യദാസ്. അതെന്തിന്? അത് ഇക്കയുടെ വൈഫായിട്ടുള്ള ബന്ധം ഇക്കറിഞ്ഞു. ആർക്ക്? സൂര്യദാസിനോ? അതെ. അയ്യോ, അത് പൊളിച്ചു. ഗൗതം ഉറക്കെ ചിരിച്ചു. അവനെ കൊന്നിട്ട് എന്റെ തലയിലിടാൻ നോക്കി അല്ലേ?
അതെ. ശരി, നാഗർകോവിലിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ടീം എവിടെയാ? അത് മൻസൂർ മാത്രമേ അറിയൂ. നീയും മൻസൂർ അല്ലാതെ ഇപ്പൊ ആരൊക്കെയാ സൂര്യദാസിന്റെ കൂട്ടുകാർ? ഇവിടെ വേറെ ആരുമില്ല, മറ്റു ജില്ലകളിലൊക്കെ ആളുണ്ട്. അതായത് ഇപ്പൊ അവൻ ഇവിടെ പെട്ടിരിക്കുകയാണെന്ന് അല്ലേ? അതെ. ഇവന്റെ ഫോൺ എവിടെ? ഒരാൾ ഷിയാസിന്റെ ഫോൺ അവന് കൊടുത്തു. അവനത് വാങ്ങി തുറന്നു. ഏതാളാ സൂര്യദാസിന്റെ നമ്പര്? ആദ്യത്തേത്. ഗൗതം അത് ഡയൽ ചെയ്ത് ചെവിയിൽ വെച്ചു. ഹായ് ഗൗതം, നീ ഷിയാസിനെ പിടിച്ചു അല്ലേ? സൂര്യദാസിന്റെ ചോദ്യം കേട്ട് ഗൗതം അമ്പരന്നു. ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും? ദിവ്യദൃഷ്ടിയൊന്നുമല്ല. കോൾ ചെയ്യണ്ട, മെസ്സേജ് മാത്രം മതിയെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് അവന്റെ ഫോണിൽ നിന്നും കോൾ വരുന്നുണ്ടെങ്കിൽ അത് നീ തന്നെയാവും ഗൗതം. ഐ ലൈക്ക് യു. എതിരാളി എന്ന് പറഞ്ഞാ ഇങ്ങനെ ആവണം. ഗൗതം ചിരിച്ചു. അപ്പം മുഖവരിയുടെ ആവശ്യമില്ലല്ലോ. ഷിയാസിനെ ഞാൻ തീർക്കാൻ പോവാ. വേണ്ട എന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. സാരമില്ല, അവന് പകരം വേറെ ആൾക്കാരെ എനിക്ക് കിട്ടും. അതിന് നീ ജീവനോടെ ഇരുന്നാലല്ലേ? ആയുസ് നീട്ടിക്കിട്ടാൻ നീ പ്രാർത്ഥിച്ചോ? ഫോൺ മുബാറക്കിനെ ഏൽപ്പിച്ച് ഗൗതം നിലത്തുനിന്ന് കോൺക്രീറ്റ് ബീമിന്റെ ഒരു പീസ് ഇരു കൈകൾ കൊണ്ട് പണിപ്പെട്ട് ഉയർത്തി. ഷിയാസ്, ഗുഡ് ബൈ. അവനത് പരമാവധി ഉയരത്തിൽ പിടിച്ച് ഷിയാസിന്റെ തലയിലേക്ക് ഇട്ടു. തലയോട് പൊട്ടുന്ന ശബ്ദം അവിടെ നിന്നവർ കേൾക്കാമായിരുന്നു. ഷിയാസിന്റെ ശരീരം ഒറ്റത്തവണ പിടഞ്ഞ് നിശ്ചലമായി. മര്യാദക്ക് ജിമ്മി പോകാത്തതിന്റെ കുറവ് കാണുന്നുണ്ട്. ഉളുക്കിയും തോന്നുന്നു. ഗൗതം കൈകൾ കുടഞ്ഞു. മുബാറക്കും മറ്റുള്ളവരും വന്ന് കോൺക്രീറ്റ് കഷ്ണം മാറ്റിയപ്പോൾ ചിതറിയ തലച്ചോറിന്റെ അവശിഷ്ടങ്ങൾ രക്തവതിൽ പറ്റിയിരുന്നു. രണ്ടുപേർ വന്ന് ഷിയാസിന് കിടത്തിയ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ മൃതദേഹം ഭംഗിയായി പൊതിഞ്ഞു. അവിടെ തയ്യാറാക്കിയ കുഴിയിലേക്ക് അത് അവരിട്ടു. പുറകെ ആ ബീമിന്റെ പീസും ഇട്ടു. JCB കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ അതിലേക്ക് കോരിയിട്ടു. ടിപ്പർ ലോറി റിവേഴ്സ് വന്ന് അതിന്റെ മീതെ മണ്ണ് തട്ടി. JCB അത് നിരത്തി. ഡബിൾ ചെക്ക് ചെയ്യണം, ഒന്നും വിട്ടുപോരുത്. തന്റെ ആളുകൾ ഓർമ്മിപ്പിച്ച ശേഷം ഗൗതം ഡിഫൻഡിൽ കയറി. പിന്നാലെ മുബാറക്കും. നീ സാവിച്ചെന്നെ വിളിക്കും. പെരുമ്പാവിലെത്തിയ മൻസൂർ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കണം. മുബാറക്ക് തലയാട്ടി. ഗൗതം ഡിഫൻഡർ മുന്നോട്ടെടുത്തു. ഒരു കപ്പ് കോഫിയുമായി അഭിരാമി ICUവിന് മുമ്പിലെത്തുമ്പോൾ സൈറ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവളെ കണ്ടതും സൈറ കോൾ കട്ട് ചെയ്ത് ഫോൺ ബാഗിലിട്ടു. ആരാടി? വേറെ ആര്? എൻ്റെ ഉമ്മച്ചി തന്നെ. എന്താ കാര്യം? വേറെന്ത്? പതിവ് പോലെ ശപിക്കാൻ. മാമ വീണ്ടും ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്നെല്ലാം കെട്ടിപ്പറിക്ക് അങ്ങോട്ട് ചെല്ലാൻ ഓർഡർ. ഇത്തവണ വേറെ ഓഫർ കൂടിയുണ്ട്. ഭാനുമോളെ ഉമ്മച്ചി നോയിക്കോളുന്നു. കെട്ടുന്നവരുടെ കൂടെ ഞാൻ ദുബായിലേക്ക് പോകും. എങ്ങനെയുണ്ട്? അഭിരാമി കോഫി അവൾക്ക് നൽകി അടുത്തിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പെറ്റുമയായതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഒരിക്കലും അവരെന്നെ കെട്ടിച്ചതിൻ്റെ ഗുണം ഞാൻ ഇപ്പോഴും പ്രാണനും കൈ പിടിച്ച് ഓടുന്നു. അപ്പോഴാ അടുത്ത നിക്കാഹ്. നമ്മളില്ലേ? അല്ലാതെ കുട്ടേട്ടനോടുള്ള അസ്ഥിക്ക് പിടിച്ച സ്നേഹം കൊണ്ടൊന്നല്ല അല്ലേ? അബി, ചൂട് കാപ്പി ഞാൻ മുഖത്തൊഴിക്കും. മിണ്ടാണ്ടിരുന്നോ? അവൾ ദേഷ്യപ്പെട്ടു. ഹർഷ മേഡം പറഞ്ഞ പോലെ കുടുംബക്കാർ മുഴുവൻ ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ കാരണം. അതിൻ്റെ ഇടയിൽ പ്രേമം മണ്ണാങ്കട്ട. മനസ്സ് പതറിപ്പോയെന്ന് ശരി തന്നെ. പക്ഷേ രേവതിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം എൻ്റെ തെറ്റാ. കുട്ടിക്കാലം മുതൽ അവൾ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഒരുത്തി ഇടയിൽ കയറരുതായിരുന്നു. ഞാൻ കാരണം അവൾ ഈ അവസ്ഥയിലായത്. അതിന് പരിഹാരം ഞാൻ ചെയ്യും. മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം. അതോടെ എല്ലാം ശരിയാവും. നീ പോയാലേ ഏട്ടൻ പുറകെ വന്ന് പൊക്കും. എനക്കറിയാലോ മൂപ്പരെ. അഭിരാമി അവളുടെ ചുമലൂടെ കൈയിട്ടു. സൈറ, ജീവന തുല്യം സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നൊരു പുരുഷൻ ശരിക്കൊരു ഭാഗ്യ. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിനക്ക് എന്നെ ഉപദേശിക്കാൻ നാണല്ലേ? ഗോകുൽ സാറിന്റെ പ്രപ്പോസൽ നിരസിച്ച നീയാണോ ഈ പറയുന്നത്? അതിന്റെ കാരണം നിനക്കറിയില്ലേ? എന്ത് കാരണം? സുഹിത്തിന് തിരിച്ചു വരുമോ? അവന് വേണ്ടി നീ ജീവിതം കളഞ്ഞു വിളിക്കുന്നത് അവന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയോ? അഭിരാമിക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. പരമേശ്വരന്റെ വീൽ ചെയർ തള്ളിക്കൊണ്ട് ഗായത്രി അങ്ങോട്ട് വന്നു. കൂടെ ഗോകുലും അവന്റെ വിരലിൽ തൂങ്ങി ഭാനുമോളും. അപ്പൂപ്പൻ എന്തിനാ ഇങ്ങോട്ട് വന്ന്? റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞല്ലേ? സൈറ ശാസിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ലടി. രേവതിക്ക് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു, മയക്കത്തില്ല, ഓക്കെ ആണെന്നാ ഡോക്ടർ പറഞ്ഞ്. അഭിരാമി ഭാനുമോളെ എടുത്ത് ഹോസ്പിറ്റലിനുള്ളിലെ കഫേയിലേക്ക് നടന്നു. കുട്ടൻ വിളിച്ചിരുന്നോ? ഗായത്രി ചോദിച്ചു. ഉവ്, ഇങ്ങോട്ട് വരുന്നുണ്ട്. ആമാരെ കിട്ടിയോ? പരമേശ്വരൻ അവളെ നോക്കി. അറിയില്ല. വിടരുത്. അതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവാക്കിക്കോ. അച്ഛൻ കുട്ടനേക്കാൾ കഷ്ടമാണല്ലോ. ഇവർക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കേണ്ട ആളാ. ഗായത്രി മുഖം വീർപ്പിച്ചു. ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും എതിരാളികളെ ദ്രോഹിച്ചു തുടങ്ങിയ ഒരു പരിധിവരെ മാത്രമേ ക്ഷമിക്കാവൂ മോളെ. ഇല്ലെങ്കിൽ നമ്മൾ നശിക്കും.
അയാൾ ചിരിച്ചു. അങ്ങോട്ട് വിശ്വനാഥൻ വരുന്ന കണ്ടപ്പോൾ ആ ചിരി മാഞ്ഞു. പകരം വെറുപ്പ് നിറഞ്ഞു. എല്ലാവരും വിശ്വനാഥനെ ഉറ്റുനോക്കുകയായിരുന്നു. അയാൾ ആകെ ക്ഷീണിച്ച അവശനായിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, തോളിലൊരു ബാഗ്. ഒന്നും മിണ്ടാതെ അയാൾ പരമേശ്വരന്റെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. പിന്നെ ഒരു താക്കോൽ കൂട്ടം കാൽച്ചുവട്ടിൽ വെച്ച്. എസ്റ്റേറ്റിൻ്റെ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. മാപ്പ് തരില്ലെന്നറിയാം. മരണം വരെ ഞാൻ മനസ്സിൽ മാപ്പിരുന്നോളാം. പരമേശ്വരൻ പുച്ഛത്തോടെ ചിരിച്ചു. വിശ്വ, ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്താലും കൂടെ നിന്ന് ചതിക്കുന്നവനോട് ക്ഷമിച്ചൂടാ. അത് സ്വന്തം ചോരയാണെങ്കിൽ ഒരിക്കലും പാടില്ല. ഞങ്ങൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കില്ല. അതുകൊണ്ടാണല്ലോ ഒരേ ഒരു മകളെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത്. അയാൾ സൈറയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. ഈ പെണ്ണിനെ കണ്ടോ? ജീവിതവും ജീവനും നശിപ്പിക്കാൻ നീ കൂട്ടുനിന്നു എന്നറിഞ്ഞിട്ടും രേവതിയെ രക്ഷിച്ചത് ഇവളാ. അതാണ് നന്മ. വിശ്വനാഥൻ തലകുനിച്ചു. ആർക്കു വേണ്ടിയാ നീ സകലതും വെട്ടിപ്പിടിക്കാൻ നോക്കിയത്? ഭാര്യ അകാലത്തിൽ മരിച്ചുപോയി. പിന്നെയുള്ളത് ഒരേ ഒരു മോളല്ലേ. അവൾക്ക് വേണ്ടല്ല ഞാൻ കൊടുക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകം നിനക്കില്ലാതായല്ലോ. എടാ, നിന്റെ അച്ഛനെ ഞാൻ കൈവിട്ടോന്നല്ല. യാതൊരു കാര്യപ്രാപ്തിയില്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ എത്ര കോടികൾ കിട്ടിയിട്ടും കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടാ. പൊരുതാനുള്ള വാശി അവനുണ്ടായ ഞാൻ സഹായിക്കുമായിരുന്നു. പക്ഷേ നിന്നെപ്പോലെ തന്നെ മണ്ടനായിരുന്നവൻ നിഴലിനോട് യുദ്ധം ചെയ്ത് സ്വയം ഇല്ലാതായി. ഉള്ളിലാ കുറ്റബോധമുള്ളതുകൊണ്ടാ നിന്നെ സ്വന്തം മോനെ പോലെ വളർത്തിയത്. ഞാൻ എൻ്റെ ബുദ്ധിയും കഠിനാധ്വാനവും കൊണ്ടുണ്ടാക്കിയ സ്വത്ത് എൻ്റെ മക്കൾക്ക് അവരുടെ അടുത്ത തലമുറക്കും മാത്രം അവകാശപ്പെട്ടതാ. അതാ നീ എൻ്റെ മകന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് എസ്റ്റേറ്റ് നിനക്ക് തരാൻ തീരുമാനിച്ചു. പക്ഷേ നിനക്ക് ഞങ്ങളെ ഇല്ലാതാക്കിയിട്ടെല്ലാം ഒറ്റക്ക് വേണം. എൻ്റെ കാര്യം പോട്ടെ, നിന്നെ സ്വന്തം ഏട്ടനായി സ്നേഹിച്ച സത്യനെ ചതിച്ചല്ലോടാ ദ്രോഹി നീ. ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ചങ്കുപൊട്ടി കരഞ്ഞത് അവനെ കൊല്ലാന് നിന്റെ സമ്മതം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴാ. പരമേശ്വരൻ നിർത്താതെ ചുമച്ചു. സൈറ ഓടിപ്പോയി ബാഗ് തുറന്ന് വാട്ടർ ബോട്ടിലെടുത്ത് അയാളുടെ ചുണ്ടോട് അടുപ്പിച്ചു. അപ്പൂപ്പ വേണ്ട പ്ലീസ്, അവൾ കെഞ്ചി. അയാളത് ശ്രദ്ധിച്ചില്ല. കുഞ്ഞിന് വെച്ച ഗടിയിലാണ് സത്യം വീണെന്നറിയാം. എങ്ങനെ തോന്നിയടാ മഹാഭാവി? നിന്റെ മോന്റെ സ്ഥാനത്തല്ലേ ഇവൻ. എന്റെ കുട്ടികൾക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ തന്നെ കൊന്നേനെ. ശരീരത്തിന് മാത്രമേ പ്രായമായിട്ടുള്ളൂ. കനകമംഗലത്തെ പരമേശ്വരന്റെ മനസ്സ് നിന്നേക്കാൾ ചെറുപ്പാ. ഇനിയും നീ എന്റെ മുമ്പിൽ നിന്ന കോരവള്ളി ഞാൻ വലിച്ചെടുക്കും. പോയിക്കോ. ഞാൻ ചത്താ പോലും നീ കാണാൻ വരരുത്. സ്നേഹിക്കാനും സാന്ത്വനിപ്പിക്കാനും ഒരാൾ പോലില്ലാതെ അനാഥരായി നീ അലയണം. അതാ നിനക്കുള്ള ശിക്ഷ. അച്ഛാ മതി, മനസാക്ഷിയില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഗായത്രി അയാളെ തടഞ്ഞു. വിശ്വനാഥന്റെ കണ്ണുനീർ തുള്ളികൾ അയാളുടെ കാൽ ചുവട്ടിൽ വീണ് ചിതറുന്നുണ്ടായിരുന്നു. ICUവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. രേവതിക്ക് ബോധം തെളിഞ്ഞു കേട്ടോ, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ഡോക്ടർ, ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. വിശ്വനാഥൻ പിടഞ്ഞെഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു. ബട്ട് രേവതി പറയുന്ന സൈറ ബാനുവിനെ കാണുന്ന. ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ സൈറ അമ്പരന്നു. സൈറ പ്ലീസ് കമിൻ. അവൾ എല്ലാവരെയും നോക്കിയ ശേഷം ICUവിന്റെ അകത്തേക്ക് കയറി. അധികം സമയം എടുക്കരുത്, ഷി നീഡ് റെസ്റ്റ്, ഡോക്ടർ ഓർമ്മിപ്പിച്ചു. അവൾ പതിയെ രേവതിയുടെ അടുത്തേക്ക് നടന്നു. രേവതി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ചത്തില്ല അല്ലേ? തളർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. നീ ചത്താ പിന്നെന്താ ഒരു ത്രില്ലുള്ള? എന്നെ ചൊറിയാനേ നീ എന്നും വേണം. സൈറ അവളുടെ കയ്യിൽ പതിയെ തലോടി. സൈറ, എന്നോട് ഒട്ടും വെറുപ്പില്ലടി നിനക്ക്? ഇല്ലെന്ന് ആര് പറഞ്ഞു? നിന്റെ വൃത്തിയുടെ സ്വഭാവം കാണുമ്പോൾ വെറുത്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ബാത്റൂമിൽ കയറി മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും അറിയാവുന്ന സകല തെറികൾ നിന്നെ വിളിച്ചിട്ടുണ്ട്. അന്ന് നിന്റെ കരണത്തടിച്ചില്ലേ, അതുപോലെ 100 എണ്ണം മനസ്സിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ നീ മരിക്കണമെന്ന് പടച്ചോ സത്യമായിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. രേവതിയുടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അവൾ തുടച്ചു കളഞ്ഞു. മരവിച്ച മനസ്സുമായിട്ടാ മോളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അവൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ജോലി, സുരക്ഷിതമായ താമസം, സ്നേഹവും കരുതലുള്ള കുറച്ച് മനുഷ്യർ. ഇത്രയും കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു. ഗൗതം സാറിൻ്റെ ജീവിതത്തിൽ സ്ഥാനം വേണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ മനുഷ്യന് ഞാൻ ഒട്ടും ചേരില്ലെന്ന ബോധം എനിക്കുണ്ടായിരുന്നു. നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സാറിനോട് അടുത്ത് ഇടപഴകിയിട്ടുണ്ടെന്ന സത്യം തന്നെയാണ്. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ മനസ്സിലും ശരീരത്തിലേറ്റ പെണ്ണാ ഞാൻ. രക്തബന്ധമില്ലെങ്കിലും കൂടപ്പിറപ്പിൻ്റെ സ്നേഹം വാരിക്കോരി തന്നൊരു ഏട്ടനും ചേച്ചിയും എനിക്ക് വേണ്ടി മരിക്കേണ്ടി വന്നതിൻ്റെ വേദന ഇന്നും അനുഭവിക്കുന്നവൾ. ഭാനുമോളെ കാണുമ്പോഴേക്ക് ആ വേദന ഇരട്ടിക്കും. ഞാൻ കാരണം അവൾ അനാഥയായത്. എന്നെ വിവാഹം കഴിക്കുന്നയാൾ അവളെ സ്നേഹിച്ചില്ലെങ്കിലോ എന്ന ഭയം കാരണം വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനകളിൽ ഞാൻ നിരസിച്ചുകൊണ്ടിരുന്നു.
എന്നാൽ ഗൗതം സാർ എന്നെക്കാൾ അവളെ സ്നേഹിച്ചപ്പോൾ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് സാറിനോട് ഇഷ്ടം തോന്നി. എന്നിട്ട് ഒഴിഞ്ഞു മാറി നിന്നെ ഓർത്ത് മാത്രമേ രേവതി. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തി ഉണ്ടാക്കുന്ന നേട്ടങ്ങളൊന്നും ശാശ്വതയിലെന്ന് പഠിപ്പിച്ച വാപ്പച്ചിയുടെ മകളാണ് ഞാൻ. രേവതി അവളുടെ അടുത്തേക്ക് വരാൻ കണ്ണുകളെല്ലാം ആംഗ്യം കാട്ടി. സൈറ പതിയെ രേവതിയുടെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചു. രേവതി അവളുടെ കവിളിൽ ചുംബിച്ചു. സോറി പറയില്ല, നന്ദിയും പറയില്ല. പക്ഷേ സൈറ ബാനുവിനെ ഇങ്ങനെ സങ്കടപ്പെട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല. ആ പഴയ കാന്താരി പെണ്ണ സൂപ്പർ, അത് മതി. സൈറ പുഞ്ചിരിച്ചു. എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ നിനക്ക് എന്നെ സ്നേഹിച്ചൂടെ സൈറ? വിവരക്കേട് കൊണ്ട് ഞാൻ ചെയ്തു കൂട്ടിയതൊക്കെ മറന്നൂടെ? അതിന് നീ കൂടി സഹകരിക്കണം. ആദ്യം ഇവിടെ എണീറ്റ് നടക്ക്. രേവതിയുടെ കണ്ണുകൾ അടഞ്ഞു വരുന്നുണ്ടായിരുന്നു. സൈറ, ലെറ്റ്സ് ഹർ സ്ലീപ്പ്. ഡോക്ടർ പറഞ്ഞപ്പോൾ രേവതിയുടെ നെറ്റിയിൽ മുത്തം വെച്ച ശേഷം അവൾ പുറത്തിറങ്ങി. അവിടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ നോക്കിക്കോ, എത്രയും പെട്ടെന്ന് പഴയതുപോലെ അവൾ തിരിച്ചു വരും. സൈറ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അത് സന്തോഷം കൊണ്ടായിരുന്നു. അവൾ വിശ്വനാഥിനെ നോക്കി. സാറ് വെറുതെ ടെൻഷൻ അടിക്കണ്ട, അവളിപ്പോൾ ഉറങ്ങാം, കുറച്ച് കഴിഞ്ഞ് കയറി കണ്ടോ. അയാൾ സൈറയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അതിൽ മുഖം ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ഏറെ നേരം തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാലുടൻ തട്ടത്തിൻ മറയത്തെന്ന സൂപ്പർ ഹിറ്റ് കഥയ്ക്ക് ശേഷം ഫൗസിയ നൗഷാദ് എഴുതുന്ന ഈ മഹ്റിൻ അവകാശി എന്ന പുതിയ കഥ ആരംഭിക്കുന്നതാണ്.